ഗസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ടുള്ള പ്രമേയം UN രക്ഷാ കൌൺസിലിൽ പരാജയപ്പെട്ടത് ഖേദകരമെന്ന് ഖത്തർ. ഗസ വിഷയത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഇരട്ടത്താപ്പ് കൂടുതൽ പ്രകടമായതായും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. UN രക്ഷാ കൗൺസിലിൽ ഇന്നലെ അൾജീരിയ കൊണ്ടുവന്ന പ്രമേയം അമേരിക്ക വീറ്റോ ചെയ്ത് പരാജയപ്പെടുത്തിയിരുന്നു. രക്ഷാ കൗൺസിലിലെ 13 അംഗങ്ങളും അനുകൂലമായെങ്കിലും അമേരിക്കൻ നിലപാട് തിരിച്ചടിയായി. സംഭവം ഖേദകരമാണെന്നും ഗസ വിഷയത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഇരട്ടത്താപ്പ് കൂടുതൽ വെളിവാകുന്നതായും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. അതേസമയം വെടിനിർത്തലിനായി ശ്രമം തുടരുമെന്നും ഖത്തർ അറിയിച്ചു. ഖത്തറിനെതിരായ ഇസ്രായേൽ അധിക്ഷേപങ്ങൾ മുഖവിലക്കെടുക്കുന്നില്ല. മനുഷ്യത്വത്തിനാണ് ചർച്ചകളിൽ പ്രഥമ പരിഗണനയെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാജിദ് അൽ അൻസാരി പറഞ്ഞു. ഗസയിലെ ബന്ദികളുടെ ചികിത്സയ്ക്കുള്ള മരുന്നുകൾ ലഭ്യമായെന്ന് ഹമാസ് അറിയിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. മീഡിയ 1 ദോഹ. ഗസയിൽ അടിയന്തരമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള UN പ്രമേയം വീറ്റോ ചെയ്ത US നടപടിയിൽ UAE കടുത്ത നിരാശ രേഖപ്പെടുത്തി. അൾജീരിയയാണ് UN രക്ഷാസമിതിയിൽ കഴിഞ്ഞ ദിവസം പ്രമേയം കൊണ്ടുവന്നത്. രക്ഷാസമിതിയിൽ 15-ൽ 13 വോട്ടുകൾ നേടിയ പ്രമേയം US മാത്രമാണ് തള്ളിക്കളഞ്ഞത്. യുദ്ധം 4 മാസത്തിന് ശേഷവും അവസാനമില്ലാതെ തുടരുകയാണെന്നും അടിയന്തരമായി അവസാനിപ്പിക്കണമെന്നും UNലെ UAE മിഷൻ പ്രസ്താവനയിൽ പറഞ്ഞു. വെടിനിർത്തൽ നിർദ്ദേശം തള്ളിയത് ഖേദകരമാണെന്നും മാനുഷിക ദുരന്തത്തെ കൂടുതൽ ശക്തമാക്കുന്നതാണെന്നും UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേശകൻ ഡോക്ടർ അൻവർ ഗർഗാഷും പ്രസ്താവിച്ചു. UN രക്ഷാസമിതി പരിഷ്കരിക്കേണ്ടത് അത്യാവശ്യമായതായി സൗദി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഗസയിലെ വെടിനിർത്തൽ പ്രമേയം അമേരിക്ക വീറ്റോ ചെയ്ത പശ്ചാത്തലത്തിലാണ് സൗദിയുടെ പ്രതികരണം. പ്രമേയം വീറ്റോ ചെയ്തതിൽ ഗൾഫ് സഹകരണ കൌൺസിലും മുസ്ലിം വേൾഡ് ലീഗും അതൃപ്തി പ്രകടിപ്പിച്ചു. ഗസയിൽ ഉടനടി വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന ആവശ്യവുമായി അൾജീരിയയാണ് UN രക്ഷാസമിതിയിൽ പ്രമേയം കൊണ്ടുവന്നത്. എന്നാൽ കരട് പ്രമേയത്തെ അമേരിക്ക വീറ്റോ ചെയ്തു. ഈ സാഹചര്യത്തിലാണ് UN രക്ഷാസമിതി പരിഷ്കരിക്കേണ്ടത് അത്യാവശ്യമായതായി സൗദി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന ഇറക്കിയത്. കരട് പ്രമേയത്തെ അമേരിക്ക വീറ്റോ ചെയ്തത് ഖേദകരമാണെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും വിശ്വാസ്യതയോടെയും ഇരട്ടത്താപ്പുകളില്ലാതെയും നിലനിർത്തുന്നതിനുള്ള ഉത്തരവാദിത്തം രക്ഷാസമിതിക്കുണ്ട്. അതിന് രക്ഷാസമിതി പരിഷ്കരിക്കേണ്ടതിന്റെ ആവശ്യം മുമ്പത്തേക്കാൾ വർദ്ധിച്ചിരിക്കുകയാണെന്നും മന്ത്രാലയം പറഞ്ഞു. ഗസയിൽ വെടിനിർത്തൽ നടപ്പാക്കാനും സാധാരണക്കാർക്ക് സംരക്ഷണം നൽകാനും അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുന്നതിൽ രക്ഷാസമിതി പരാജയപ്പെട്ടതിൽ ഗൾഫ് സഹകരണ കൌൺസിലും ഖേദം പ്രകടിപ്പിച്ചു. അൾജീരിയ സമർപ്പിച്ച കരട് പ്രമേയം വീറ്റോ ചെയ്തതിൽ മുസ്ലിം വേൾഡ് ലീഗും കടുത്ത ഖേദവും അതൃപ്തിയും രേഖപ്പെടുത്തി. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ. ഗസയിൽ അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെട്ട ഐക്യരാഷ്ട്രസഭയിൽ സമർപ്പിച്ച കരട് പ്രമേയം അമേരിക്ക വീറ്റോ ചെയ്തത് ദുഃഖകരമെന്ന് കുവൈറ്റ്. ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കണമെന്നും വെടിനിർത്തൽ ആവശ്യപ്പെട്ടും UN രക്ഷാസമിതിയിൽ അൾജീരിയ അവതരിപ്പിച്ച പ്രമേയത്തിനെതിരെയാണ് അമേരിക്ക വീറ്റോ പ്രയോഗിച്ചത്. കരട് പ്രമേയം അംഗീകരിക്കുന്നതിൽ UN രക്ഷാസമിതിയുടെ പരാജയം ഖേദകരമാണ്. ഗസയിൽ സമ്പൂർണ്ണ വെടിനിർത്തലിന് കുവൈറ്റ് പിന്തുണ നൽകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. ഇസ്രായേൽ യുദ്ധത്തിൽ ദുരിതമനുഭവിക്കുന്ന ഫലസ്തീനികൾക്കായി കൂടുതൽ സഹായമൊരുക്കി UAE. സഹായ വസ്തുക്കളുമായി 14 ട്രക്കുകളാണ് കഴിഞ്ഞ ദിവസം ഗസ മുനമ്പിലേക്ക് പ്രവേശിച്ചത്. ഗസയിൽ UAE ഏർപ്പെടുത്തിയ ഫീൽഡ് ആശുപത്രി വിപുലീകരിക്കുകയും ചെയ്തു. ഈജിപ്തിലെ റഫ അതിർത്തി വഴിയാണ് ട്രക്കുകൾ ഗസ മുനമ്പിലെത്തിയത്. ഫലസ്തീനികളെ സഹായിക്കുന്നതിനായി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പ്രഖ്യാപിച്ച മാനുഷിക സഹായ സംരംഭമായ ഗാലറ്റ് നൈറ്റ് 3യുടെ മേൽനോട്ടത്തിലാണ് സഹായം. ടെന്റുകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ എന്നിവ ഉൾപ്പെടെ 300 ടൺ വസ്തുക്കളാണ് 14 ട്രക്കുകളിലായി ഉള്ളത്. ഫെബ്രുവരി 15 വരെ മാത്രം 15,755 ടൺ സഹായ വസ്തുക്കൾ UAE ഫലസ്തീന് കൈമാറിക്കഴിഞ്ഞു. 163 കാർഗോ വിമാനങ്ങൾ, 2 ചരക്ക് കപ്പലുകൾ, 476 ട്രക്കുകൾ എന്നിവയിലാണ് സഹായ വസ്തുക്കൾ എത്തിച്ചത്. കൂടാതെ ഗസ മുനമ്പിൽ നിർമ്മിച്ച ഫീൽഡ് ആശുപത്രിയിൽ ചികിത്സ ലഭിച്ച ഫലസ്തീനികളുടെ എണ്ണം 5123 ഫലസ്തീനികൾക്ക് കുടിവെള്ളം എത്തിക്കാനായി പ്രതിദിനം 1.2 ദശലക്ഷം ഗാലൻ സംഭരണ ശേഷിയുള്ള 6 ഉപ്പുജല ശുദ്ധീകരണ കേന്ദ്രവും UAE നിർമ്മിച്ചിരുന്നു. ഗസയ്ക്ക് വേണ്ടി കൂടുതൽ സഹായം ഉറപ്പാക്കാനുള്ള നീക്കം ഊർജിതമായി തുടരുന്നതായും ബന്ധപ്പെട്ടവർ അറിയിച്ചു. മീഡിയ 1, ദുബായ്. മറ്റു വാർത്തകളിലേക്ക്. UAEയിൽ വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റം അഥവാ WPS വഴിയല്ലാതെ ജീവനക്കാർക്ക് ശമ്പളം നൽകിയ കമ്പനികൾക്കെതിരെ നടപടി. കഴിഞ്ഞ വർഷം 33,000 നിയമലംഘനങ്ങൾ കണ്ടെത്തിയതായി UAE തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റം വഴി ബാങ്ക് അക്കൗണ്ടിലേക്കാണ് UAEയിലെ സ്ഥാപനങ്ങൾ ജീവനക്കാർക്ക് ശമ്പളം നൽകേണ്ടത്. ഇത് മറികടക്കാൻ ശ്രമിച്ച സ്ഥാപനങ്ങൾക്കെതിരെയാണ് മന്ത്രാലയം നടപടി കർശനമാക്കുന്നത്. 33,000 നിയമലംഘനങ്ങൾ കണ്ടെത്തിയ മന്ത്രാലയം 509 സ്ഥാപനങ്ങൾക്കെതിരെ നിയമ നടപടി ആരംഭിച്ചു. കമ്പനികൾക്കെതിരായ കേസ് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി. നിയമം പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ ആദ്യഘട്ടത്തിൽ ഭരണപരമായ ഉപരോധം ഏർപ്പെടുത്തും.
ഈ സ്ഥാപനങ്ങൾക്കുള്ള വർക്ക് പെർമിറ്റ് വിതരണം നിർത്തിവെക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. തൊഴിലാളികൾക്ക് നിലവാരമുള്ള താമസസ്ഥലം നൽകാത്ത 76 കേസുകളും മന്ത്രാലയത്തിൽ വ്യാജരേഖകൾ സമർപ്പിച്ച 1200 കേസുകളും ഇതോടൊപ്പം കണ്ടെത്തിയിട്ടുണ്ട്. മീഡിയ 1 ദുബൈ. കുവൈത്തിൽ ജീവനക്കാരുടെ സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കാൻ സിവിൽ സർവീസ് കമ്മീഷൻ നിർദ്ദേശം നൽകി. 2000 ജനുവരി 1 മുതൽ സർക്കാർ, പൊതുമേഖലാ, സ്വകാര്യ മേഖലകളിൽ ജോലി ചെയ്യുന്ന സ്വദേശി, വിദേശി ജീവനക്കാരുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കുന്നത് ഉടൻ ആരംഭിക്കുമെന്ന് പ്രാദേശിക പത്രമായ അൽ ഹബസ് റിപ്പോർട്ട് ചെയ്തു. വിദ്യാഭ്യാസ മന്ത്രാലയം ഉൾപ്പെടെയുള്ള വിവിധ സർക്കാർ മന്ത്രാലയങ്ങൾ ജീവനക്കാരുടെ യോഗ്യത സംബന്ധമായ വിവരങ്ങൾ ശേഖരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു. സൗദിയിൽ ഈ വർഷത്തെ സ്ഥാപക ദിനാഘോഷങ്ങൾക്ക് തുടക്കമായി. രാജ്യത്തെ മുഴുവൻ പ്രവിശ്യകളിലും ഇന്നും നാളെയുമായി നിരവധി സാംസ്കാരിക പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. രാജ്യത്തെ മുഴുവൻ സ്ഥാപനങ്ങൾക്കും നാളെ പൊതു അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 3 നൂറ്റാണ്ടുകൾക്ക് മുൻപ് 1727 ഇമാം മുഹമ്മദ് ബിൻ സൗദിന്റെ കരങ്ങളാലാണ് ആദ്യ സൗദി രാഷ്ട്രം സ്ഥാപിക്കപ്പെട്ടത്. അൽ ദിരിയ ആസ്ഥാനമായ രാജ്യം വിശുദ്ധ ഖുർആനും നബിവചനങ്ങളും നിയമങ്ങളായും സ്വീകരിച്ചു. ഇത്തരത്തിൽ ആദ്യ സൗദി രാഷ്ട്രം സ്ഥാപിതമായതിന്റെ ഓർമ്മ പുതുക്കുന്നതിനാണ് രാജ്യം എല്ലാ വർഷവും ഫെബ്രുവരി 22 സ്ഥാപക ദിനം ആഘോഷിക്കുന്നത്. ഇത്തവണയും രാജ്യത്തിന്റെ ചരിത്രവും പൈതൃകവും വിളിച്ചോതുന്ന നിരവധി സാംസ്കാരിക പരിപാടികൾ ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. രാജ്യത്തിന്റെ സമ്പന്നമായ ചരിത്രത്തോടുള്ള ആദരവ് പ്രകടിപ്പിക്കുന്നതാണ് പരിപാടികൾ. ആദ്യ സൗദി രാഷ്ട്രത്തിന്റെ സ്ഥാപകൻ മുഹമ്മദ് ബിൻ സൗദും ആധുനിക സൗദിയുടെ ശില്പി അബ്ദുൽ അസീസ് രാജാവും ഉൾപ്പെടെ നിലവിലെ ഭരണാധികാരി സൽമാൻ രാജാവ് വരെയുള്ള മുഴുവൻ രാഷ്ട്രശില്പികളും രാജ്യത്തിന്റെ പുരോഗതിക്കും ജനങ്ങളുടെ അഭിവൃദ്ധിക്കുമായി നടത്തിയ മുന്നേറ്റങ്ങളും രാജ്യം അനുസ്മരിക്കും. അറബ് സ്വത്വത്തെയും ദേശീയ ഐക്യത്തെയും ശക്തിപ്പെടുത്താൻ ചരിത്രത്തിന്റെ വിവിധ ഘട്ടങ്ങളെ പുനരവതരിപ്പിക്കുന്ന പരിപാടികളും എല്ലാ പ്രവിശ്യകളിലും നാളെ അരങ്ങേറും. രാജ്യത്തെ വിവിധ നഗരങ്ങളിൽ ഇന്നും നാളെയും വെടിക്കെട്ട് ആഘോഷങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട്. 2022 മുതലാണ് രാജ്യത്ത് സ്ഥാപക ദിനം ആഘോഷിച്ചു തുടങ്ങിയത്. കഴിഞ്ഞ 2 വർഷങ്ങളിലും ദേശീയ ദിനാഘോഷം പോലെ സ്ഥാപക ദിനവും സ്വദേശികളും പ്രവാസികളും വലിയ രീതിയിൽ ആഘോഷമാക്കുന്നുണ്ട്. തമീം CP, മീഡിയ 1 റിയാദ്. വിശുദ്ധ റമദാൻ ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ പള്ളി ജീവനക്കാർക്ക് ഇസ്ലാമിക കാര്യ മന്ത്രാലയം പ്രത്യേക നിർദ്ദേശങ്ങൾ പുറത്തിറക്കി. ഇഫ്താറിന് സംഭാവന ശേഖരിക്കരുതെന്നും പ്രാർത്ഥനയ്ക്ക് സമയക്രമം പാലിക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. റംദാനു മുമ്പായി പള്ളികളിലെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. മാർച്ച് 11 സൗദിയിൽ റമദാൻ വ്രതം ആരംഭിക്കാനാണ് സാധ്യതയെന്നാണ് ഗോളശാസ്ത്ര വിദഗ്ധരുടെ അഭിപ്രായം. രാജ്യത്തുടനീളമുള്ള പള്ളികളിൽ റമദാൻ മുന്നൊരുക്കങ്ങൾ സജീവമായി നടന്നു വരികയാണ്. പള്ളികളോട് ചേർന്ന് നടന്നു വരാറുള്ള ഇഫ്താർ വിതരണത്തിന് സംഭാവനകൾ ശേഖരിക്കരുതെന്ന് ഇസ്ലാമിക കാര്യ മന്ത്രാലയം പള്ളി ഇമാമുമാരോടും മുഅദ്ദിനുകളോടും നിർദ്ദേശിച്ചു. പള്ളിക്കകത്ത് ഇഫ്താർ വിതരണം ചെയ്യുന്നതിനും വിലക്കുണ്ട്. റമദാനിൽ ഇമാമുമാരും മുഅദ്ദിനുകളും അവധിയെടുക്കാതെ കൃത്യമായി ജോലിക്ക് ഹാജരാകണം. ഓരോ പ്രാർത്ഥനയ്ക്കും ഉമ്മുൽ ഖുറ കലണ്ടർ പ്രകാരമുള്ള സമയക്രമം കൃത്യമായി പാലിക്കണം. റമദാനിൽ ഇശാ, സുബഹി നമസ്കാരങ്ങൾക്ക് ബാങ്കിനും ഇക്കാമത്തിനുമിടയിലെ ഇടവേള 10 മിനിറ്റ് വീതമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഭിക്ഷാടനത്തിന്റെ സാമ്പത്തിക സാമൂഹിക സുരക്ഷാ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഇമാമുമാരും മുഅദ്ദിനുകളും വിശ്വാസികളെ ബോധവൽക്കരിക്കണം. കൂടാതെ ദാനധർമ്മങ്ങൾ ഔദ്യോഗികവും വിശ്വസനീയവുമായ പ്ലാറ്റ്ഫോമുകൾ വഴി നൽകാൻ പ്രേരിപ്പിക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. റമദാന് മുമ്പ് തന്നെ പള്ളികളിലെ അറ്റകുറ്റപ്പണികളും ശുചീകരണ ജോലികളും പൂർത്തിയാക്കണം. സ്ത്രീകളുടെ നമസ്കാര സ്ഥലം പ്രത്യേകം സജ്ജീകരിക്കണമെന്നും മന്ത്രാലയം പുറത്തിറക്കിയ നിർദ്ദേശത്തിലുണ്ട്. മീഡിയ 1 ജിദ്ദ. ദുബൈ നഗരത്തിലെ മനോഹര കാഴ്ചകളിലൊന്നായ വാട്ടർ കനാലിലെ വെള്ളച്ചാട്ടം നവീകരിച്ചു. കൂടുതൽ സുന്ദരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന വിധം വെള്ളച്ചാട്ടം വീണ്ടും സജ്ജമായതായി ദുബൈ RTA അറിയിച്ചു. ദുബൈ രാജവീതിയായ ഷെയ്ഖ് സായിദ് റോഡിലെ മനോഹര കാഴ്ചകളിലൊന്നാണ് വാട്ടർ കനാലിലെ വെള്ളച്ചാട്ടം. 2 മാസം സമയമെടുത്താണ് ഈ കൃത്രിമ വെള്ളച്ചാട്ടം നവീകരിച്ചത്. വെള്ളച്ചാട്ടത്തിന്റെ പുറംഭാഗത്തുണ്ടായിരുന്ന അലൂമിനിയം പാളികൾ നീക്കി നവീകരിച്ചു. ഉരുക്കുനിർമ്മിത പൈപ്പുകൾ മാറ്റി പകരം പ്ലാസ്റ്റിക് പൈപ്പുകളാക്കി. വെള്ളച്ചാട്ടത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും സന്ദർശകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി ഒരു ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോം കൂടി പുതുതായി സ്ഥാപിച്ചു. രാത്രിയിൽ പ്രകാശപൂരിതമാകുന്ന വെള്ളച്ചാട്ടം നഗരത്തിലെത്തുന്നവർക്ക് മനോഹരമായ കാഴ്ചയാണ്. കനാലിലൂടെ ബോട്ടുകൾ കടന്നു പോകുമ്പോൾ സ്വയം നിർത്തുന്ന രീതിയിലാണ് വെള്ളച്ചാട്ടത്തിന്റെ നിർമ്മിതി. പ്രത്യേക സെൻസറുകൾ ഉപയോഗിച്ചാണ് ഇത് സാധ്യമാക്കുന്നത്. 2016 ദുബൈ ഷെയ്ഖ് സായിദ് ഹൈവേക്ക് താഴെ ദുബായ് കനാൽ എന്ന പേരിൽ കൃത്രിമ കനാലും വെള്ളച്ചാട്ടവും നിർമ്മിച്ചത്. മീഡിയ 1 ദുബൈ. മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം.
ദുബായ് ഫ്യൂച്ചർ മ്യൂസിയത്തിന് നാളെ 2 വയസ്സ്. 2 മില്യൺ സന്ദർശകരെന്ന റെക്കോർഡിട്ടാണ് ഫ്യൂച്ചർ മ്യൂസിയം 2ാം വർഷം പിന്നിടുന്നത്. ഇന്ന് ദുബായ് നഗരത്തിന്റെ പ്രധാന ഐക്കണുകളിൽ ഒന്നാണ് വേറിട്ട ഈ നിർമ്മിതി. ഭാവി ലോകത്തെ അടയാളപ്പെടുത്താനും അതിലേക്കുള്ള ഗവേഷണങ്ങളും ലക്ഷ്യമിട്ടാണ് ദുബായ് നഗരത്തിൽ ഫ്യൂച്ചർ മ്യൂസിയം നിർമ്മിച്ചത്. 2017 ആരംഭിച്ച ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കി 2022 ഫെബ്രുവരി 22 പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. ഇതിനിടെ 172 രാജ്യങ്ങളിൽ നിന്നായി 20 ലക്ഷം പേർ മ്യൂസിയം സന്ദർശിച്ചു എന്നാണ് കണക്ക്. ഇതിൽ 40 രാഷ്ട്ര നേതാക്കളും ഉൾപ്പെടും. ശ്രദ്ധേയമായ 280 പരിപാടികൾക്ക് ഫ്യൂച്ചർ മ്യൂസിയം വേദിയായി. 370 അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തകരും ഈ അപൂർവ കേന്ദ്രത്തെ ലോകത്തിന് പരിചയപ്പെടുത്താൻ മ്യൂസിയത്തിലെത്തിയെന്ന് അധികൃതർ പറഞ്ഞു. മീഡിയ 1 ദുബായ്. മസ്കത്ത് റിയാദിനും ഇടയിലുള്ള ബസ് സർവീസിന് വ്യാഴാഴ്ച തുടക്കമാകും. ഒമാനെയും സൗദിയെയും ബന്ധിപ്പിച്ച MT ക്വാർട്ടർ മരുഭൂമിയിലൂടെയാണ് സ്വകാര്യ ട്രാൻസ്പോർട്ട് കമ്പനിയായ അൽ ഖഞ്ചരി സർവീസ് നടത്തുന്നത്. ദിവസവും രാവിലെ 6 മണിക്ക് മസ്കത്തിൽ നിന്ന് പുറപ്പെടുന്ന ബസ് വൈകുന്നേരം 5 മണിക്ക് റിയാദിലെ അസിസിയ ഏരിയയിൽ എത്തിച്ചേരുന്ന വിധത്തിലാണ് റൂട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. വായനയുടെ വസന്തം വിരിയിച്ച മസ്കത്ത് അന്താരാഷ്ട്ര പുസ്തകമേളയുടെ 28ാമത് പതിപ്പിന് തുടക്കമായി. മാർച്ച് 2 വരെ നടക്കുന്ന മേളയിൽ 34 രാജ്യങ്ങളിൽ നിന്നായി 847 പ്രസാധക സ്ഥാപനങ്ങളാണ് പങ്കെടുക്കുന്നത്. ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ നടക്കുന്ന പുസ്തകമേളയിൽ രാവിലെ 10 മുതൽ രാത്രി 10 വരെയായിരിക്കും പ്രവേശന സമയം. വെള്ളി, ശനി ഒഴികെയുള്ള ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 1 മണി വരെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായിരിക്കും മുൻഗണന. എൻഡോവ്മെന്റ് മതകാര്യമന്ത്രി ഡോക്ടർ മുഹമ്മദ് സയ്യിദ് അൽ മമാരിയുടെ നേതൃത്വത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾ. ദാഹിറയാണ് ഈ വർഷത്തെ അതിഥി ഗവർണറേറ്റ്. ദാഹിറയുടെ ഭൗതിക സാംസ്കാരിക ചരിത്രം പ്രദർശിപ്പിക്കുന്നതിന് പ്രത്യേക പവലിയനും പരിപാടികളും വരും ദിവസങ്ങളിൽ അരങ്ങേറും. മേളയിലെത്തുന്ന സന്ദർശകരെ വഴികാട്ടാനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടുകളും 3D മാപ്പും ഒരുക്കിയിട്ടുണ്ട്. നാടക പ്രദർശനങ്ങൾ, ശില്പശാലകൾ, ഭാഷാ കോർണർ, കുട്ടികളുടെ മ്യൂസിയം കോർണർ, ഗ്രീൻ കോർണർ എന്നിവയുൾപ്പെടെ പ്രത്യേക വിഭാഗങ്ങളും സന്ദർശകരെ ആകർഷിക്കുന്നതാണ്. സംസ്കാരത്തിലും പുസ്തക പ്രസിദ്ധീകരണത്തിലും നിർമ്മിത ബുദ്ധിയുടെ സ്വാധീനം എന്നതാണ് മേളയുടെ പ്രതിപാദ വിഷയം. വിവിധ പരിപാടികളുമായി ഫലസ്തീനും മേളയുടെ ഭാഗമായുണ്ട്. മലയാള പുസ്തകങ്ങളുമായി ഇത്തവണയും അൽബാജി ബുക്സ് മേളയുടെ ഭാഗമായുണ്ട്. മലയാളത്തിലെ പഴയതും പുതിയതുമായ തലമുറയിലെ എല്ലാ വിഭാഗത്തിലും പെട്ട പ്രമുഖ എഴുത്തുകാരുടെയും പുസ്തകങ്ങൾ സ്റ്റാളുകളിൽ ലഭ്യമാണ്. മീഡിയ 1 മസ്കത്ത്. വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിനെ ജനാധിപത്യം സംരക്ഷിക്കാനുള്ള അവസരമായി രാഷ്ട്രീയ പാർട്ടികൾ കാണണമെന്ന് ഖത്തർ പ്രവാസി കോർഡിനേഷൻ കമ്മിറ്റി. പാർട്ടി താൽപര്യങ്ങളെക്കാൾ ജനാധിപത്യത്തിന് പ്രാധാന്യം നൽകണമെന്ന് PCC ആവശ്യപ്പെട്ടു. പൗരത്വ ഭേദഗതി ഉടൻ നടപ്പിലാക്കുമെന്ന കേന്ദ്ര സർക്കാരിന്റെ മുന്നറിയിപ്പ് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള തന്ത്രമാണ്. വർഗീയമായി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിനുള്ള ശ്രമമാണ് ഭരണകൂടം നടത്തുന്നത്. ഇതിനെതിരിൽ മുഴുവൻ ജനങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന് PCC യോഗം ആവശ്യപ്പെട്ടു. ഭരണഘടനയും ജനാധിപത്യവും സംരക്ഷിക്കാനുള്ള അവസരമായി രാഷ്ട്രീയ പാർട്ടികൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണണമെന്നും PCC യോഗം വിലയിരുത്തി. ചെയർമാൻ നിസാർ കോച്ചേരി സ്വാഗതം പറഞ്ഞു. വൈസ് ചെയർമാൻ KC അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. വിവിധ സംഘടനാ പ്രതിനിധികളായ ശ്രീജിത്ത് എസ് നായർ, റുക്നുദ്ദീൻ അബ്ദുള്ള, ഷംന ആസ്മി, അഷ്റഫ് മടിയേരി, ഷാജി ഫ്രാൻസിസ്, അഡ്വക്കേറ്റ് ജാഫർ ഖാൻ, സക്കരിയ മാണിയൂർ, സാദിഖ് അലി ചെന്നാടൻ തുടങ്ങിയവർ സംസാരിച്ചു. ജനറൽ കൺവീനർ മഷ്ഹൂദ് തുരുത്തിയാട് സ്വാഗതവും അബ്ദുൽ കരീം നന്ദിയും പറഞ്ഞു. മീഡിയ 1 ദോഹ. വയനാട് മുസ്ലിം ഓർഫനേജിന്റെ മുൻസാരഥി വിടവാങ്ങിയ MA മുഹമ്മദ് ജമാലിന്റെ അനുസ്മരണ സമ്മേളനം ശനിയാഴ്ച ദുബൈയിൽ നടക്കും. ഹിസൈസ് വുഡ്ലം പാർക്ക് സ്കൂളിൽ വൈകിട്ട് 6 മണിക്കാണ് ചടങ്ങ്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി, KK അഹമ്മദ് ഹാജി, PP അബ്ദുൽ ഖാദർ ഹാജി, ഡോക്ടർ റാഷിദ് ഗസാലി കൂളിവയൽ, ഡോക്ടർ സുബൈർ ഹുദവി ചേകനൂർ തുടങ്ങിയവർ സംബന്ധിക്കുമെന്ന് WMO UAE ചാപ്റ്റർ സാരഥികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡോക്യുമെന്ററി പ്രദർശനം, ഭാവി പദ്ധതി പ്രഖ്യാപനം, ആദരിക്കൽ എന്നിവ നടക്കും. വാർത്താസമ്മേളനത്തിൽ ദിബ കുഞ്ഞു മുഹമ്മദ് ഹാജി, KP മുഹമ്മദ്, മജീദ് മടക്കിമല എന്നിവർ സംബന്ധിച്ചു. ഖത്തറിലെ വടകരക്കാരുടെ കൂട്ടായ്മയായ വിവ സംഘടിപ്പിച്ച വിവ ഫെസ്റ്റ് സമാപിച്ചു. സമാപന പരിപാടി ICBF പ്രസിഡന്റ് ഷാനവാസ് ബാവ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ വിവയുടെ പുതിയ ലോഗോ പ്രകാശനം ചെയ്തു. വിവ ഫെസ്റ്റ് ചെയർമാൻ അബ്ദുൽ ഗഫൂർ P അധ്യക്ഷത വഹിച്ചു. വിവ സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു. ജനറൽ സെക്രട്ടറി നബീൽ MP സ്വാഗതവും ട്രഷറർ അഫ്സൽ പുനത്തിൽ നന്ദിയും പറഞ്ഞു. ഖത്തർ KMCC സംസ്ഥാന കമ്മിറ്റിയുടെ വിമൻസ് വിംഗിന്റെ ആഭിമുഖ്യത്തിൽ ലീഡർഷിപ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു. KMCCയുടെ വിവിധ ഘടകങ്ങളിൽ നേതൃത്വം വഹിക്കുന്ന വനിതകളാണ് പങ്കെടുത്തത്. പ്രശസ്ത ട്രെയിനർ ഡോക്ടർ ഇസ്മായിൽ മരിതേരി ക്യാമ്പിന് നേതൃത്വം നൽകി. KMCC ഖത്തർ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൽ സമദ് ഉദ്ഘാടനം ചെയ്തു. വിമൻസ് വിംഗ് പ്രസിഡന്റ് സമീറ നാസർ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി സലീന കുളത്ത് സ്വാഗതവും ട്രഷറർ സമീറ അൻവർ സാദത്ത് നന്ദിയും പറഞ്ഞു.
ഒമാനിലെ സൂറിൽ ന്യൂമോണിയ ബാധിച്ച് മലയാളി വിദ്യാർത്ഥിനി മരിച്ചു. സൂർ ഇന്ത്യൻ സ്കൂൾ 1ാം ക്ലാസ് വിദ്യാർത്ഥിനി സഫ്വാസ് സമീറാണ് മരിച്ചത്. 3 ആഴ്ചയായി ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു. ആലപ്പുഴ ജില്ലയിലെ ഓച്ചിറ വള്ളിക്കുന്നം സ്വദേശിയും കിംജി രാംദാസ് ജീവനക്കാരനും സൂർ OICC ജനറൽ സെക്രട്ടറിയുമായ സമീറിന്റെ മകളാണ് സഫ. ഖബറടക്കം സൂറിൽ നടത്തുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. ഇന്ത്യൻ ആർട്സ് ഫെഡറേഷൻ കുവൈത്ത് 2024-25 പ്രവർത്തന വർഷത്തെ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. മംഗഫ് സൺറൈസ് ഹാളിൽ വെച്ച് ചേർന്ന വാർഷിക പൊതുയോഗത്തിൽ ഗുണസുന്ദരമൂർത്തി അധ്യക്ഷത വഹിച്ചു. പ്രേമൻ ഇല്ലത്തിനെ ചെയർമാനായും ഷെറിൻ മാത്യുവിനെ പ്രസിഡന്റായും ലിയോ കിഴക്കേവീടിനെ ജനറൽ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. മുസാഫർ റൊമാനി, ലിജോ, മുരളി മുരുകാനന്ദൻ എന്നിവരെ സഹഭാരവാഹികളായി തെരഞ്ഞെടുത്തു. നല്ല ലോകം നല്ല നാളെ എന്ന പ്രമേയത്തിൽ ICF GCC തലത്തിൽ സംഘടിപ്പിച്ച സ്നേഹസഞ്ചാരം സലാലയിൽ സമാപിച്ചു. സമാപന പരിപാടിയിൽ മർക്കസ് പ്രസിഡന്റ് സയ്യിദ് അലി ബാഫക്കി തങ്ങൾ മുഖ്യാതിഥിയായിരുന്നു. ICF സംഘടിപ്പിക്കുന്ന മാനവ വികസന വർഷത്തിൻ്റെ ഭാഗമായാണ് സ്നേഹസഞ്ചാരം എന്ന ഇസ്തിഖ്ബാലിയ നടന്നത്. കഴിഞ്ഞ ഡിസംബറിൽ മദീനയിൽ നിന്നാണ് സഞ്ചാരം ആരംഭിച്ചത്. സൗദി അറേബ്യ, UAE, ബഹ്റൈൻ, ഖത്തർ, കുവൈത്ത് എന്നിവിടങ്ങളിലും ഒമാൻ്റെ വിവിധ കേന്ദ്രങ്ങളിലൂടെയും സഞ്ചാരം കടന്നുപോയിരുന്നു. ക്ഷേമമുള്ള ഒരു ലോകം സാധ്യമാക്കുന്നതിനുള്ള നിരവധി പദ്ധതികളിലേക്കും പ്രവർത്തനങ്ങളിലേക്കും ശ്രദ്ധ ക്ഷണിച്ചാണ് ഈ ക്യാമ്പയിൻ നടത്തുന്നത്. സലാല ഹംദാൻ പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന പരിപാടി ICF ഇന്റർനാഷണൽ കൗൺസിൽ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ ആറ്റക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉപാധ്യക്ഷൻ സയ്യിദ് അലി ബാഫക്കി തങ്ങൾ പ്രാർത്ഥന നിർവഹിച്ചു. അബ്ദുൽ അസീസ് സക്കാഫി സന്ദേശ പ്രഭാഷണം നടത്തി. ICF സലാല പ്രസിഡന്റ് അഹമ്മദ് സക്കാഫി അധ്യക്ഷത വഹിച്ചു. വിവിധ GCC രാജ്യങ്ങളിൽ നിന്നുള്ള ICF നേതാക്കളും ഒമാന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരും സംബന്ധിച്ചു. മീഡിയ 1 സലാല. PDPയുടെ അല്ലൈനിലെ പ്രവാസി സംഘടനയായ അല്ലൈൻ PCF പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ഉബൈദ് കരിങ്കപ്പാറയാണ് പ്രസിഡന്റ്. അക്ബർ തളിക്കുളത്തെ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. അൻസാർ അലിയാണ് ട്രഷറർ. അലി പാമ്പറമ്പിൽ, മുഹമ്മദ് റിയാസ്, അക്ബർ സാദിഖ് വൈസ്, നസീർ ബാബു, നിസാർ മാറാക്കര, അൻവർ എന്നിവരാണ് മറ്റ് ഭാരവാഹികൾ. ഇൻകാസ് അലൈൻ ചാമ്പ്യൻസ് ട്രോഫി സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ ക്യാപിറ്റൽ T-Bears ബ്ലൂ സ്റ്റാർ ചാമ്പ്യന്മാരായി. RKFC റണ്ണേഴ്സ് ട്രോഫി നേടി 16 ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുത്തു. ഇന്ത്യൻ സോഷ്യൽ സെന്റർ പ്രസിഡന്റ് ജിമ്മി ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. ഇൻകാസ് അലൈൻ ഭാരവാഹികളായ സലീം വെഞ്ഞാറമ്മോട്, സന്തോഷ് പയ്യന്നൂർ, അലിമോൻ വീട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇടവേള. തലശ്ശേരി വെൽഫെയർ അസോസിയേഷൻ കുവൈത്ത് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പർവാനിയ ഷെഫ് നൌഷാദിൽ നടന്ന ജനറൽ ബോഡി യോഗം ഹംസ മേലേക്കണ്ടി ഉദ്ഘാടനം ചെയ്തു. നിസാം നാലകത്തിനെ ചെയർമാനായും തൻവീറിനെ പ്രസിഡന്റായും അബ്ദുൽ ഹമീദ് റഹീമിനെ ജനറൽ സെക്രട്ടറിയായും റിഷ്തീൻ അമീറിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. അബ്ദുൽ റഹ്മാൻ, റാഫി KE, വഹാബ ചെറിയടി എന്നിവരെ സഹഭാരവാഹികളായും തെരഞ്ഞെടുത്തു. ബഹ്റൈനിലെ ഇന്ത്യൻ അംബാസഡർ വിനോദ് K. ജേക്കബിനെ ബഹ്റൈൻ CSI സൗത്ത് കേരള ഡയോസിസ് ഇടവക ഭാരവാഹികൾ സന്ദർശിച്ചു. വികാരി റവറന്റ് അനൂപ് സാം, ഇടവക ട്രസ്റ്റി ഷിബുകുമാർ, റിജോ ജോണി, സിബിൻ, ഡോക്ടർ ജീന ജെ ബെൻഗ്ലിവിൻ എന്നിവർ പങ്കെടുത്തു. എംബസി സെക്കൻഡ് സെക്രട്ടറി ഇജാസ് അസ്ലം സന്നിഹിതനായിരുന്നു. മലയാളം മിഷൻ ആഗോളതലത്തിൽ സംഘടിപ്പിച്ച സുഗതാഞ്ജലി കാവ്യാലാപന മത്സരത്തിലെ സീനിയർ വിഭാഗത്തിൽ ബഹ്റൈൻ ചാപ്റ്ററിൽ നിന്ന് മത്സരിച്ച ആദിശ്രീ സോണിക്ക് 2ാം സ്ഥാനം ലഭിച്ചു. മലയാളം മിഷൻ ആഗോളതലത്തിൽ മികച്ച സാംസ്കാരിക സംഘടനയ്ക്കായി ഏർപ്പെടുത്തിയ സുഗതാഞ്ജലി പുരസ്കാരം സമാജത്തിന് ലഭിച്ചതിന് പിന്നാലെയുള്ള ഈ സമ്മാന നേട്ടം ചാപ്റ്ററിന് അഭിമാനം പകരുന്നതായി ചാപ്റ്റർ പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ളയും സെക്രട്ടറി ബിജു M. സതീഷും അറിയിച്ചു. ഇടവേള. മിഡിൽ ഈസ്റ്റ് സംരംഭകർക്ക് മീഡിയ 1 നൽകുന്ന ബിസിനസ് എക്സലൻസ് അവാർഡുകൾ പ്രഖ്യാപിച്ചു. സഫാരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ അബുബക്കർ മടപ്പാട്ടിനാണ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്. ഹോട്ട്പാക്ക് ഗ്ലോബൽ സ്ഥാപകൻ PB അബ്ദുൽ ജബ്ബാർ, ജോയ് ആലൂക്കാസ് ഗ്രൂപ്പ് MD ജോൺ പോൾ ആലൂക്കാസ് എന്നിവരും പുരസ്കാരത്തിന് അർഹരായി. സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് സഫാരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർമാൻ അബൂബക്കർ മടപ്പാട്ട്. സസ്റ്റൈനബിലിറ്റി ലീഡർഷിപ്പ് അവാർഡ് പുരസ്കാരം ഹോട്ട്പാക്ക് ഗ്ലോബലിന്റെ സ്ഥാപകൻ PB അബ്ദുൽ ജബ്ബാർ.
മിഡിൽ ഈസ്റ്റ് യങ് ബിസിനസ്മാൻ ഓഫ് ദ ഇയർ പുരസ്കാരമാണ് അടുത്തത്. അവാർഡ് സ്വന്തമാക്കുന്നത് ജോയ് ആലുക്കാസ് ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടർ ജോൺ പോൾ ആലുക്കാസ്. വൈവിധ്യമായ സംരംഭങ്ങളിലൂടെയും നൂതനമായ ആശയങ്ങളിലൂടെയും ലോകത്തോളം വളർന്ന മലയാളി സംരംഭകർക്കാണ് പുരസ്കാരം നൽകുന്നത്. മീഡിയ വൺ സോഷ്യൽ ഓണർപ്രണർ അവാർഡിന് റിയാദ് വില്ല സിഇഒ ഡോക്ടർ NK സൂരജ് അർഹനായി. അലാംകോ MD ഷാനവാസ് ഷറഫാണ് സൗദി അറേബ്യയിൽ നിന്നുള്ള മികച്ച എമർജിംഗ് ഓണർപ്രണർ. വിവിധ ബിസിനസ് മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച 9 പേരെയാണ് ബിസിനസ് എക്സലൻസ് അവാർഡിന് തെരഞ്ഞെടുത്തത്. കൺസ്ട്രക്ഷൻ ആൻഡ് ഇന്റീരിയർ വിഭാഗത്തിൽ കലന്തൂർ ഗ്രൂപ്പ് സ്ഥാപകൻ കലന്തൂർ, കൺസൾട്ടിംഗ് ആൻഡ് ബിസിനസ് സെറ്റപ്പ് വിഭാഗത്തിൽ അറബ് കൺസൾട്ടന്റ് ഹൌസ് സ്ഥാപകൻ നജീബ് മുസ്ലിയാരകത്ത്, ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലയിൽ HW ഗ്യാസ് ആൻഡ് എനർജി മാനേജിംഗ് പാർട്ണർമാരായ അനീഫ അബ്ദുൽ മനാഫ്, മുഹമ്മദ് അനീഫ, ഹോൾസെയിൽ ട്രേഡിംഗ് വിഭാഗത്തിൽ നഖ്ല അൽവാദി മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ റഷീദ് കല്ലാച്ചി, IT ആൻഡ് സോഫ്റ്റ്വെയർ വിഭാഗത്തിൽ ക്ലൗഡ് മീ IT സൊല്യൂഷൻസ് മാനേജിംഗ് ഡയറക്ടർ ഫൈസൽ മാങ്ങാട്, ഫുഡ് ആൻഡ് ബീവറേജസ് വിഭാഗത്തിൽ ചിക്കറ്റ് മാനേജിംഗ് ഡയറക്ടർ ഷംസുദ്ദീൻ അബൂബക്കർ, ലോജിസ്റ്റിക് വിഭാഗത്തിൽ ജനൈ ലോജിസ്റ്റിക് മാനേജിംഗ് ഡയറക്ടർ ജസ്ലീം മീത്തൽ, എക്യുപ്മെന്റ് ആൻഡ് മെഷീനറി വിഭാഗത്തിൽ അൽ ഹാസ്മി ട്രേഡിംഗ് കമ്പനി CEO അബ്ദുൽ ഗഫൂർ, HVAC ഇൻഡസ്ട്രിയൽ ബ്രീസ് എയർ കണ്ടീഷനിംഗ് സ്ഥാപകൻ റിയാസ് KM എന്നിവരാണ് ബിസിനസ് എക്സലൻസ് പുരസ്കാരം നേടിയത്. പ്രവാസ ലോകത്തെ സാമൂഹിക സാംസ്കാരിക ഇടപെടലുകൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പ്രോഗ്രാമിന്റെ ഫലപ്രദമായ വിനിയോഗം, ജീവനക്കാരിൽ നിന്നും ഉപഭോക്താക്കളിൽ നിന്നും സ്വീകരിച്ച അഭിപ്രായങ്ങൾ എന്നിങ്ങനെ വ്യത്യസ്ത മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയാണ് അവാർഡ് ജേതാക്കളെ നിർണയിച്ചത്. നാളെ തിരുവനന്തപുരം ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിൽ നടക്കുന്ന മീഡിയ വൺ ഫ്യൂച്ചർ സമ്മിറ്റ് വേദിയിൽ അവാർഡുകൾ സമ്മാനിക്കും. മീഡിയ വൺ, കോഴിക്കോട്. ജേർണലിസ്റ്റ് ക്രിക്കറ്റ് ലീഗ് സീസൺ 2 തിരുവനന്തപുരം സ്ട്രൈക്കേഴ്സ് കിരീടം നിലനിർത്തി. ഫൈനൽ മത്സരത്തിൽ കൊച്ചിൻ ഹീറോസിനെ 31 റൺസിന് പരാജയപ്പെടുത്തിയാണ് സ്ട്രൈക്കേഴ്സ് ചാമ്പ്യന്മാരായത്. ആദ്യം ബാറ്റ് ചെയ്ത സ്ട്രൈക്കേഴ്സ് 10 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 118 റൺസ് നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ കൊച്ചിൻ ഹീറോസിന്റെ ഇന്നിംഗ്സ് 6 വിക്കറ്റ് നഷ്ടത്തിൽ 87 റൺസിന് അവസാനിച്ചു. സ്ട്രൈക്കേഴ്സിന്റെ ഹരികൃഷ്ണൻ ഫൈനലിൽ മാൻ ഓഫ് ദി മാച്ചായി. ഹീറോസിന്റെ ക്യാപ്റ്റൻ അനിൽ സച്ചു ടൂർണമെന്റിലെ താരമായി. വിജയികൾക്ക് റവന്യൂ മന്ത്രി K രാജൻ ട്രോഫികൾ സമ്മാനിച്ചു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടന്ന JCL 2-ൽ 14 ജില്ലകളിൽ നിന്നുള്ള ടീമുകളാണ് പങ്കെടുത്തത്. ബഹ്റൈനിലെ മെഡിക്കൽ ഗ്രൂപ്പുകളുടെ ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഭാഗമായി ടീം SMC സംഘടിപ്പിച്ച ബഹ്റൈൻ മെഡിക്കോ ക്രിക്കറ്റ് ലീഗ് മത്സരത്തിൽ അൽ റബി മെഡിക്കൽ സെന്റർ ചാമ്പ്യന്മാരായി. ബുസൈത്തീൻ ഗ്രൗണ്ടിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ റോയൽ സ്ട്രൈക്കേഴ്സിനെ പരാജയപ്പെടുത്തിയാണ് അൽ റബി FC ചാമ്പ്യന്മാരായത്. ടൂർണമെന്റിലെ മികച്ച താരമായി അൽ റബി മെഡിക്കൽ സെന്ററിലെ ദിജിൽ പയ്യന്നൂരിനെയും ഫൈനൽ മത്സരത്തിലെ മികച്ച താരമായി അർഷാദിനെയും തെരഞ്ഞെടുത്തു. ടൂർണമെന്റിൽ അൽ റബീനെ വിജയത്തിലേക്ക് നയിച്ച എല്ലാ അംഗങ്ങളെയും CEO നൌഫൽ അഡാട്ടിൽ, ജനറൽ മാനേജർ ഷെഫീൽ എന്നിവർ അനുമോദിച്ചു. കറൻസി വിനിമയ നിരക്ക്. സൗദി റിയാൽ 22 രൂപ 11 പൈസ, UAE ദിർഹം 22 രൂപ 58 പൈസ, ഖത്തർ റിയാൽ 22 രൂപ 78 പൈസ, ഒമാരി റിയാൽ 215 രൂപ 44 പൈസ, കുവൈറ്റ് ദിനാർ 269 രൂപ 49 പൈസ, ബഹ്റൈൻ ദിനാർ 220 രൂപ 14 പൈസ. ഇനി വിവിധ ഗൾഫ് നഗരങ്ങളിലെ താപനില പരിശോധിക്കാം. റിയാദ് കുറഞ്ഞ താപനില 13 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. ജിദ്ദ കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്. ദമാം കുറഞ്ഞ താപനില 14 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. കുവൈറ്റ് സിറ്റി കുറഞ്ഞ താപനില 11 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. മനാമ കുറഞ്ഞ താപനില 14 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. ദോഹ കുറഞ്ഞ താപനില 13 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 27 ഡിഗ്രി